Vapurloya, 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 Kenaga Pardana, Inna Analikena. Batre, Kutinare, Balabandara Japunachina Burtu, Isanamritana, Encha. ವಿಷಯತ್ತಿನ ಕಡಪರಾಜ ಪಾಡ್ಲ ಅಮೃತ ಇತ್ತಿನ ಈ ಜಾಗೆ ಕೊಣತು ಪಾಡ್ಲ ಕೊರ್ಲು ನಿನ್ನ ಬಾಲ್ ಬಂಡಾರ ಜಪಡಲ್ಲ ಸಂತೋಷ ಉಂಡು ಕಡಲದ ಗಡ್ಡದ ಮೂಟ ಮನ್ಪುನಾಂಡ ಪುಲ್ಯನೇಟ ಉಂಡು ಕಡಲದ ಗಡ್ಡದ ಮೂಟ ಕತೆನ ನಿನಯತೆನ ಕಾರ್ಣಿಕದ ಸಂಗತಿನ എന്താ അതാണ് സാർ ഭൂതകോലം. എല്ലാ വർഷവും അവരത് ആഘോഷിക്കാറുണ്ട് സാർ. വണ്ടി എടുക്കും. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനവിടെ ഉണ്ടായിരുന്ന എപ്പോഴും അവൻ അടികൊടുത്തു വിട്ടാണ്. നീയാളൊരു ഭയങ്കരനാണല്ലോ. എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ ചില സമയത്തും എന്നെ തന്നെ എനിക്ക് പിടിച്ചാ കിട്ടുക. ഇതും തീർത്തു. ഓരോ കൂടെ എടുക്കായിരുന്നില്ലേ? എന്താടാ ബൈക്കിന്റെ കീ ഒന്ന് തരുമോ? എന്തിന്? അത് ലീല വന്നിട്ടുണ്ട്, അവള് പഠിപ്പിക്കാന്ന് പറഞ്ഞു. അവളെപ്പോഴും വന്നേ? അവളുടെ ട്രെയിനിങ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ടാവും. ജോലിക്ക് കയറി കഴിഞ്ഞാൽ 1000 രൂപ ശമ്പളം കിട്ടും. എത്ര? 1000 രൂപ ശമ്പളം. 1000 ഉറുപ്പിയോ? നിങ്ങൾ ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, ഞാൻ പോരാ. ഇവൻ അവളുടെ ശമ്പളം കേട്ടപ്പോ പ്രേമം തോന്നിയോ? എന്നാലും 1000 ഉറുപ്പിക ശമ്പളം. ശിവ, ഇങ്ങോട്ട് വാ. എന്താമേ, എന്തു പറ്റി? നീ ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? ഇല്ലമ്മേ, ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും കുടിക്കില്ല. ഫുൾ കോലത്തിന്. നമുക്ക് നോക്കാലോ. ശരിക്കും നീയല്ലേ കോലം കെട്ടത്? ഉത്തരവാദിത്വം ഇല്ലാത്തവൻ. നിങ്ങൾക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഇവരുടെ ഭർത്താവിനെ പോലെ മായാവേ എനിക്ക് പറ്റില്ല. ജീവിതം ആസ്വദിക്കണം. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. മുതലാളിയല്ലേ വരുന്നേ? ആ, എത്തിയോ? നമസ്കാരം. 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 ഇതിരിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നന്നായി വരും. ശിവ, നല്ല സ്റ്റൈൽ. ഏയ് ലീല, എന്നൊന്നും ഉണ്ടാകുന്നേ? ഇനി തടി പറഞ്ഞോണ്ട് എന്നെ മനസ്സിലാവേണ്ട. എടാ ശിവ, ഞാൻ വരുന്നത് നീ കണ്ടില്ലേ? അവൾ എവിടെ പോയി? കാണുന്നില്ലല്ലോ. ചേട്ടാ, കുറച്ച് ഉപ്പേരി എടുത്തേ. ഇവിടെ ഉണ്ടല്ലോ. മാറിക്കടാ, ഞാൻ കൊടുത്തു. അച്ചാറ്, ഉപ്പേരി, അച്ചാറ്. എടാ ശിവ, ഓ ഇത് ലീല. ട്രെയിനിങ് കഴിഞ്ഞു ഇവിടെ തന്നെ കാണും. ആണോ? ആയിക്കോട്ടെ. ഇവിടെ സാമ്പാർ. ഏയ് ശിവ, എനിക്ക് ഇത്രയും മതി, മറ്റുള്ളവർക്കും വേണ്ടേ? നീ കഴിക്കടാ. നിനക്ക് മനസ്സിലായില്ലേ? ഞാനെന്ന് പറഞ്ഞവന് ജീവനാ. അച്ചാറ്, ഉപ്പേരി, മുരിങ്ങയ്ക്ക. ഇവിടെ കുറച്ച് സാമ്പാർ വയ്ക്കാം അല്ലേ? കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. അത് കയ്യിൽ വെച്ചാൽ മതി. വലിയ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ഹുങ്കൊന്നും കാണിക്കണ്ട. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്നം പൂ കന്മതം പൂ ഉണ്ടോ? നീ എന്താ ചെയ്തത്? അവളെ നിർത്തിയാക്കിയടാ. ഓ, സാറും ഭൂതകോലത്തിന് വന്നാണോ? നമസ്കാരം സർ. നമസ്കാരം ചേട്ടാ. എടാ ശിവ, ആ ഗുരുവായൂരെ ആട്ടം കൊള്ളാം. പക്ഷെ നിന്റെ അച്ഛൻ്റെ അത്രയും വരില്ല. ഫോറസ്റ്റ് ഓഫീസർ
ആ എത്തിയോ? ഏയ് ആ, ആര് പറഞ്ഞ പൊട്ടിക്കുന്നത്? എല്ലാ വർഷവും ഞാനാ പൊട്ടിക്കുന്നത്. ബാഗ് താ. തരാം, ചോദിച്ചാ പോരെ. ആ അബുവിന്റെ മെക്കെട്ട് കയറുന്നുണ്ട്. വാ നോക്കിട്ട് വരാം. രാമു പാടാ. ഏയ് ഒന്ന് നിന്നേ. ഇതെന്തിനാ നിങ്ങൾ എടുക്കണേ? ഓയ് എന്താ ബാഗ് താ. ഏ ആ ബാഗ് താടാ. എന്തിന്? ഇനി ഇവിടെ പടക്കത്തിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ശബ്ദം കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞാ പടക്കം എന്താ സൗണ്ട്ലെസ്സാ? പടക്കം പൊട്ടിക്കാതെ കുലദൈവത്തിന് ആടാൻ പറ്റില്ല. മണ്ടത്തരം പറയുന്ന കേട്ടപ്പോഴേ തോന്നി. കുടിച്ചിട്ടുണ്ടല്ലേ? നീ ഷോ കാണിക്കാൻ നിന്ന കാട്ടിലെ മൃഗങ്ങളെ ശല്യം ചെയ്യുന്നതിന് കോടതിയിൽ നിന്ന് കേസ് വരും. ഷോയോ? നിങ്ങൾ കേട്ടില്ലേ? ഷോയാണെന്ന്. കാട്ടിലെ മൃഗങ്ങൾ വന്ന് നിങ്ങളോട് പരാതി പറഞ്ഞോ? കേസ് കൊടുക്കാൻ പറ, നമുക്ക് കോർട്ടിൽ കാണാലോ. ഇത് കേസായാൽ കോടതിയിൽ ആര് വാദിക്കും? നിന്റെ ദൈവം വരും. ഏയ് എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് എന്താ ഞങ്ങളെ പിടിക്കുന്നില്ലേ? സുന്ദര നീ ഒന്നും മിണ്ടായിരുന്നേ. നീ കുറെ നാളായി തുടങ്ങിയിട്ട് ചോദിക്കാൻ ആരും ഇല്ലാത്തോണ്ടാണോ? നില്ലടാ, മാറിക്കടാ. ദേഷ്യം വന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക്. ദൈവത്തെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞങ്ങളുടെ ദൈവത്തിന്റെ ശക്തി അറിയായിട്ടാണോ? കഥ മുഴുവൻ പറയണോ? ആരെങ്കിലും നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും. നിന്റെ അച്ഛൻ നിന്നോട്. നീ ഊര് മുഴുവൻ തണ്ടി നിറന്ന് ബാക്കിയുള്ളവരോടും പറയുന്നുണ്ടാവും. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എന്റെ അപ്പന്റെ കാര്യം വിട്. നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കണമെന്നുണ്ടോ? അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വാ നോക്കിട്ട് വരാം. മുതലാളി ചെല്ല്, ഞാൻ വന്നേക്കാം. ഡാബു ഒരു പടക്കം താ. പൊട്ടിയില്ലേ? ഇനിയും ഞങ്ങൾ പൊട്ടിക്കും. പറ്റുമെങ്കിൽ തടയാൻ നോക്ക്. ശിവ, എടാ ശിവ, അങ്ങോട്ട് മാറുന്നേ. നിനക്ക് എന്തിന്റെ കേടാ? കോലം ഇറങ്ങാൻ നേരത്താണോ നീ ഇമാതിരി വേഷം കിട്ട് കാണിക്കുന്നത്? നമ്മളൊരു പടക്കം പൊട്ടിച്ചാനാ ഇയാൾ കിടന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഭൂതകോലം കാണാൻ വന്നല്ലേ? പ്രസാദം വാങ്ങി പോകുന്നതിന് പകരം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ ഓർമ്മ വെച്ചോ, പോണം സർ. ഇനി ഇത് ആവർത്തിച്ച ഭൂതകോല ഉത്സവം ഒന്നും ഈ മണ്ണിൽ ഉണ്ടാവില്ല. തന്തൊക്കെ ഉണ്ടായതാണെങ്കിൽ നീ ചെയ്ത് കാണിക്കേ. നീ ജീവനോടെ ഇവിടുന്ന് പോകുന്ന നമുക്ക് നോക്കാം. നീ ഒന്ന് അടങ്ങ്. എന്നോട് എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നേ? ഗവൺമെന്റ് ഓഫീസറോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇത്രയ്ക്ക് ബോധമില്ലാതായോ? നിങ്ങൾ പോണോ സാർ, പ്ലീസ്. നിങ്ങൾ എല്ലാവരും ഒന്ന് അടങ്ങ്. നിങ്ങൾ പോണോ സാർ? മതി മതി മതി, ഇനി അങ്ങോട്ട് ചെല്ലേ. അയാൾ കോലം നിർത്തുന്നാ പറയുന്നേ. വാടാ എല്ലാരും വാ, പരിപാടി നടക്കട്ടെ. വാ. മുതലാളി എന്നെ പിടിച്ചു നിർത്തിയോണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചു നിർത്തിയോ? കോലം കാണാം.